പതിവ് പോലെ ഓഗസ്റ്റ് 15 ആകുമ്പോൾ ഹർ ഘർ തിരങ്ക, എല്ലാ വീടുകളിലും ദേശീയ പതാക ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. BJPയും RSSും ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ചരിത്രപരമായ ചില വസ്തുതകൾ ഓർത്തുപോവുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന ആളുകളാണ് ഹിന്ദു മഹാസഭയും RSSും. ഇന്ത്യൻ ദേശീയ പതാകയെ, ഇന്ത്യൻ ഭരണഘടനയെ ഒന്നും അവർ ആദരിച്ചിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല, ബഹുമാനിച്ചിരുന്നില്ല. ഇതാണ് ചരിത്രം. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിന ആഘോഷം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചവരാണ് BJPയും RSSും സംഘ് പരിവാറും ഹിന്ദു മഹാസഭയും. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി, ജനഗണ മനയ്ക്ക് പകരം വന്ദേ മാതരം, മൂവർണ്ണ ദേശീയ പതാകയ്ക്ക് പകരം ഭഗധ്വജം എന്ന കാവിക്കൊടി. ഇതായിരുന്നു RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും ആവശ്യം. ഇന്ത്യൻ ദേശീയ പതാകയെ ഒരിക്കലും RSSും BJPയും സംഘ് പരിവാർ ശക്തികളും ഹിന്ദു മഹാസഭയും അംഗീകരിച്ചിരുന്നില്ല. RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇന്ത്യൻ ദേശീയ പതാകക്കെതിരെ, ത്രിവർണ പതാകക്കെതിരെ നിരവധി മുഖപ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് അവരുടെ നിലപാടാണ്. ഭരണഘടനാ അസംബ്ലി ത്രിവർണ പതാക ദേശീയ പതാകയായി തീരുമാനിച്ചപ്പോൾ തന്നെ RSS മൂവർണ്ണ ദേശീയ പതാകക്കെതിരെ ഗംഭീരമായ മുഖപ്രസംഗങ്ങൾ എഴുതി അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. 3 എന്ന സംഖ്യ പോലും തിന്മയാണെന്നും 3 നിറമുള്ള പതാക ഇന്ത്യക്കാർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുമെന്നും രാഷ്ട്രത്തിന് ഹാനികരമാകും എന്നൊക്കെയായിരുന്നു RSS ഓർഗനൈസറിൽ എഴുതിപ്പിടിപ്പിച്ചത്. 1947 ജൂലൈ 17 മൂന്നാം ലക്കം ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ ചെങ്കോട്ടയിൽ ത്രിവർണ പതാകയ്ക്ക് പകരം കാവിപ്പതാകയാണ് ഉയർത്തേണ്ടതെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ഇന്ത്യൻ ദേശീയ വിപ്ലവത്തോട് അണിചേരാൻ ഹിന്ദു മഹാസഭ RSS തയ്യാറായിരുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തിരുന്നില്ല. 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യം ഉറപ്പാകുമെന്നും ബോധ്യപ്പെട്ടപ്പോൾ എന്താണ് ഹിന്ദു മഹാസഭ അവരുടെ യോഗം ചേർന്നുകൊണ്ട് എടുത്ത തീരുമാനം? 1947 ഓഗസ്റ്റ് 10 ദ ബോംബെ ക്രോണിക്കിൾ പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് ഇതാണ്: ബോയ്ക്കോട്ട് ഓഫ് ഓഗസ്റ്റ് 15 സെലിബ്രേഷൻ. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷ ബഹിഷ്കരണം. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും എന്ന് ഉറപ്പായതോടെ ഹിന്ദു മഹാസഭ അവരുടെ യോഗം വിളിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കാര്യം ഹിന്ദു മഹാസഭ ടു ഹോൾഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. സ്വാതന്ത്ര്യ ദിനത്തിൽ ഓഗസ്റ്റ് 15 ഹിന്ദു മഹാസഭ ഇന്ത്യയിൽ ഒട്ടാകെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കില്ല, അത് ബഹിഷ്കരിക്കും. ഹിന്ദു മഹാസഭയുടെ ഈ തീരുമാനമെടുത്ത യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയും BJPയും സർവാദരണീയനായി കാണുന്ന VD സവർക്കറാണ്. സ്വാതന്ത്ര്യ സമരത്തിലോ സ്വാതന്ത്ര്യദിന ആഘോഷത്തിലോ പങ്കെടുക്കാത്ത BJPയും RSSും സ്വാതന്ത്ര്യദിനം ഇപ്പോൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ കൗതുകവും സന്തോഷവും തോന്നുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണം ഹിന്ദു മഹാസഭയ്ക്ക് സ്വീകാര്യമായിരുന്നു. 200 കൊല്ലം ഇന്ത്യയെ അടിമയാക്കിയ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രധാനമന്ത്രി സംസാരിക്കാറില്ല. BJPയും RSSും ഇപ്പോഴും സംസാരിക്കാറുള്ളത് മുഗൾ ഭരണത്തെപ്പറ്റി മാത്രമാണ്. ഹിന്ദു മഹാസഭയുടെ RSSന്റെ രാഷ്ട്രവിരോധം
ഏറ്റവും പ്രകടമായത് ഗാന്ധിജിയെ കൊന്നപ്പോഴാണ്. RSS രാജ്യവ്യാപകമായി ഗാന്ധി വധത്തെ തുടർന്ന് മധുര പലഹാരം വിതരണം ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ഗാന്ധി കൊല്ലപ്പെട്ട അതേ ദിവസം RSS കാര്യാലയത്തിൽ മധുര വിതരണം നടന്നത് കണ്ടുവെന്ന് പ്രശസ്തനായ കവി ONV കുറുപ്പ് അനുസ്മരിക്കുന്നുണ്ട്. ഗാന്ധിവധത്തോടെ RSS നിരോധിക്കപ്പെടുന്നു. ദേശീയ പതാക നിലത്ത് ചവിട്ടി അനാദരിച്ച സംഭവം അറിഞ്ഞപ്പോൾ രോഷാകുലനായി നെഹ്റു പറഞ്ഞ വാക്കുകൾ ഇതാണ്: അവർ രാജ്യദ്രോഹികളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം പോലും ബഹിഷ്കരിച്ച ഹിന്ദു മഹാസഭയുടെ RSSന്റെ ഉൽപ്പന്നമായ പ്രൊഡക്റ്റായ ബ്രാൻഡ് അംബാസഡറായ നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിന് രാജ്യത്തെ ജനങ്ങളോട് പതാക ഉയർത്താൻ ആവശ്യപ്പെടുന്നത് കാണുമ്പോൾ ചരിത്രത്തിൻ്റെ വിധി വൈപരീത്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.